നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഇപ്പോൾ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പ്രചരണം നയിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയനാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അത്ര വലിയ താല്പര്യം പുലർത്താതെ ഒന്നോ രണ്ടോ യോഗങ്ങളിൽ മാത്രം പങ്കെടുത്ത് മാറി നിൽക്കുകയായിരുന്നു. കാരണം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായിരുന്നില്ല, കോൺഗ്രസിൽ നിന്ന് ചാടിയെത്തിയ സരിനായിരുന്നു അവിടെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി. എന്നാൽ നിലമ്പൂരിൽ അങ്ങനെയല്ല. പിണറായിയുടെ മാനസപുത്രനായ രണ്ടാം പിണറായി എന്നൊക്കെ വിളിക്കപ്പെടുന്ന M സ്വരാജാണ് അവിടെ സ്ഥാനാർത്ഥി. നിലമ്പൂരിൽ ആദ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതിയെന്നായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റിയുടെ അല്ലെങ്കിൽ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ CPM ഗൗരവത്തോടെ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നില്ല എന്നുള്ള പരാതി ജനങ്ങളിൽ നിന്ന് ഉയരുമെന്നും അത്തരത്തിൽ ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്കുണ്ടായാൽ അത് പിന്നീട് വലിയ ദോഷം ചെയ്യുമെന്നും CPM-ന്റെ ജില്ലാ നേതൃത്വവും ഏരിയ നേതൃത്വവും ഒക്കെ സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് CPM സ്ഥാനാർത്ഥി അല്ലെങ്കിൽ CPM-ന്റെ പാർട്ടി ചിഹ്നത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ എത്തിച്ചേർന്നത്. അങ്ങനെയാണ് M സ്വരാജ്, CPM-ന്റെ സമുന്നത നേതാവായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ പിണറായിയുടെ വിശ്വസ്തനായ രണ്ടാം പിണറായി എന്നൊക്കെ ആക്ഷേപിച്ചും അനുകൂലിച്ചും ആളുകൾ വിളിക്കുന്ന M സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അവിടുത്തെ നിലമ്പൂരിലെ പ്രചരണം പിണറായി വിജയൻ നേരിട്ട് തന്നെ നടത്തുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ അവിടെ സംജാതമാകുന്നത്. വളരെ ബൂത്ത് തലം മുതൽ വളരെ കൃത്യമായിട്ടാണ് CPM-ന്റെ പ്രചരണ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മൾ തൃക്കാക്കരയിലും കണ്ടില്ല, പാലക്കാടും കണ്ടില്ല, പുതുപ്പള്ളിയിലും കണ്ടില്ല. കാരണം ഈ മൂന്ന് സ്ഥലത്തും, പുതുപ്പള്ളിയിൽ പിന്നെ CPM സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവിടെ അത്ര ബലം പിടിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. തൃക്കാക്കരയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പരീക്ഷണം ആണ് CPM നടത്തിയത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി അമ്പെ പരാജയപ്പെടുകയും ചെയ്തു. പാലക്കാടും വിജയിക്കില്ല എന്ന് വിചാരിച്ച് അവിടെയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് CPM നിർത്തിയത്, കോൺഗ്രസിൽ നിന്നും ചാടിയെത്തിയ P സരിൻ. ഈ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും വേണ്ടി അങ്ങനെ കാര്യമായ ഒരു പ്രചരണമൊന്നും നടത്താൻ CPM തയ്യാറായില്ല. തൃക്കാക്കരയിൽ മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്ത് മന്ത്രിമാരൊക്കെ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രചരണം ഉണ്ടെങ്കിലും അത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവിടെ അങ്ങനെ ചാടിക്കയറി വിജയിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണ CPM-നുണ്ടായിരുന്നു. തൃക്കാക്കരയിൽ മുഖ്യമന്ത്രി 3 ദിവസം ക്യാമ്പ് ചെയ്തിരുന്നു, മന്ത്രിമാർ ക്യാമ്പ് ചെയ്തിരുന്നു, മന്ത്രിമാർ ഓരോ വീടുകളിലൊക്കെ കയറി. എങ്കിൽ തന്നെയും അവിടെ ജയിക്കുമോ എന്നുള്ള സംശയം അപ്പോഴും CPM-നുണ്ടായിരുന്നു. കാരണം തൃക്കാക്കര എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് UDF മണ്ഡലമാണ്. അവിടെ ആര് UDF സ്ഥാനാർത്ഥിയായാലും വളരെ കുറഞ്ഞ വോട്ടിനെങ്കിലും ജയിക്കുന്ന ഒരു അവസ്ഥയുള്ള മണ്ഡലമാണ് തൃക്കാക്കര. പാലക്കാടും ജയിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് വലിയ ബലംപിടുത്തത്തിൽ നിന്ന് ആരും പോയില്ല. പക്ഷെ നിലമ്പൂരിൽ ഇപ്പോൾ അങ്ങനെയല്ല. നിലമ്പൂരിൽ 3 ദിവസമാണ് ഇപ്പോൾ പിണറായി വിജയൻ പ്രചരണത്തിന് തന്നെ വരുന്നത്. 14, 15, 16 തീയതികളിൽ 3 ദിവസം ഏറെക്കുറെ മണ്ഡലത്തിലെ എല്ലാ പ്രദേശത്തും പ്രചരണ പരിപാടികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തുകയാണ്. കാരണം ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ധാരണ എവിടെയോ പിണറായിക്ക് ഉണ്ടായിട്ടുണ്ട്. തൃക്കാക്കരയും പാലക്കാടും പുതുപ്പള്ളിയും ഒന്നും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. തൃക്കാക്കരയിൽ കുറച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് മാത്രം. മറ്റ് 2 സീറ്റുകളും നഷ്ടപ്പെടുമെന്ന് തന്നെയായിരുന്നു CPM-ന് അറിയായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പിണറായി വിജയന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്ന, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടർ അടക്കമുള്ളത് ശക്തിയായി പിടിച്ചാൽ, ആഞ്ഞു പിടിച്ചാൽ നിലമ്പൂർ കൂടെ പോരുമെന്നാണ്. അതുകൊണ്ട് തന്നെ വരും ആഴ്ചകളിൽ അല്ലെങ്കിൽ ഈ ആഴ്ചകളിൽ അടുത്ത പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിനങ്ങളിലെല്ലാം ഇനി പിണറായി വിജയന്റെ തേരോട്ടമായിരിക്കും നിലമ്പൂരിൽ നടക്കുക. എല്ലാ സോഴ്സുകളും ഉപയോഗിച്ച്, എല്ലാ ശക്തികളും ഉപയോഗിച്ച് M സ്വരാജിനെ നിയമസഭയിലെത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പിണറായി വിജയൻ നടത്തുകയാണ്. അവിടെ യഥാർത്ഥ താരം ഇപ്പോൾ പിണറായിയാണ്. പ്രചരണത്തിന് നിലമ്പൂരിൽ നേതൃത്വം നൽകുന്നതും പിണറായി വിജയൻ തന്നെയാണ്.